അതാണ് ഉണ്ടായിരുന്ന പ്രതികരണം. മൂസാ നബിയോട് ആവശ്യപ്പെട്ട എന്താ? മൂസാ നബി നടന്നു പോകുന്നു, രണ്ടാളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പൊ ഒരാൾ കുടുംബക്കാരൻ, ഒരാൾ ശത്രു. അപ്പൊ കുടുംബക്കാരൻ പറയാ, ഇവനെന്താ എന്നെ ആക്രമിക്കാണ്, നിങ്ങൾ സഹായിക്കി. മൂസാ നബി ചെന്നു, ഓനെന്ന് ഇടിച്ചു. ഇതിനാണ് കാര്യകാരണം എന്തെന്ന് പറയാ, ഇതിനാണ് കാര്യകാരം എന്ന് പറയാ. അതിന് അറബിയിൽ പറയാ സബബ് മുസബബാത്ത്. ഇവിടെ സബബ് എന്താ? ഇവിടെ എന്താ സബബ്? ഇടി എന്നുള്ളത് സബബാണ്. ഇടി എന്നുള്ളത് അത് സബബാണ്. അപ്പൊ ആ കാര്യകാരണ ബന്ധം അതാണ് വ്യക്തമായി അവിടെ പരാമർശിക്കപ്പെട്ടത്. എന്നാൽ റഹ്മാനായ റബ്ബിനോട് ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന് പറഞ്ഞെടുത്തോ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഇസ്തിഗാസ ഏതാ? ഈ പറഞ്ഞതല്ല. അവിടെ ഈ കാര്യകാല ബന്ധമല്ല. അവിടെ റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗാസ ഈ കാര്യകാല ബന്ധങ്ങൾക്കെല്ലാം അതീതം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിലുള്ളത്, അതാണ് മഴ വർഷിപ്പിക്കുന്ന വിഷയത്തിലുള്ളത്, അതാണ് രോഗം ശിഫയാക്കാൻ റബ്ബിനോട് തേടുമ്പോഴുള്ളത്, അതാണ് കടം കൊണ്ട് കുടുങ്ങിയവൻ റബ്ബിനോട് തേടുമ്പോഴുള്ളത്. റഹ്മാനായ റബ്ബിനോട് ഏതു കാര്യം തേടുമ്പോഴും, റഹ്മാനായ റബ്ബിനോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവിടെയെല്ലാം ഈ പറഞ്ഞ മുഹമ്മദ് നബിയും സഹാബത്തും നിർവഹിച്ച ഈ ഇസ്തിഗാസ, ആ ഇസ്തിഗാസയാണ് അവിടെയെല്ലാം ഉള്ളത്. മറ്റേതാവട്ടെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഇടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം തന്നെ എന്താണ്? കാര്യകാരണ ബന്ധാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഈ ഇടിച്ചതും വിളിച്ചതും ഓടി വന്നതും ഇയാളെ പിടിച്ചതും ഇതൊന്നും കാര്യകാരണ ബന്ധമല്ല, അതിൽ അപ്പുറത്താണ് എന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? എങ്കിൽ അത് അസുഖം പറയാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, ആയത്തു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു. എന്ത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, അതൊരു ഇസ്തിഗാസ. രണ്ടാമത്തെ ഇസ്തിഗാസ ഏതാ? തന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്റെ ശത്രുവിനെതിരെ തന്റെ കുടുംബക്കാരനായ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കൂടെ നടന്നു പോകുമ്പോൾ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആ വിളി കേട്ട് ഓടിച്ചെല്ലുന്നു, ശത്രുവിനെ ഇടിക്കുന്നു, ശത്രു മരിച്ചു വീഴുന്നു. ഈ പണിക്ക് തന്നെയാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുക എന്നാണ് വ്യക്തമാക്കാനുള്ളത്. അതിന് തഫ്സീറും മുഫസ്സിറുമായ സമയങ്ങളുടെ ആവശ്യമില്ല. പച്ച മലയാളത്തിൽ വിശദീകരിക്കാന്നല്ലാതെ ഒരു അറബിയിലുള്ള ഒരു തഫ്സീർ വായിച്ചിട്ട് മറുപടി പറയാൻ കഴിയും? ഇല്ല, കഴിയില്ല. അൽഹംദുലില്ലാഹ്. ഈ ഒരു നിലക്കും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നുള്ളത് ഒരു തഫ്സീറിന്റെ വിശദീകരണത്തിൽ വിശദീകരിക്കാൻ കഴിയൂല. നിങ്ങൾക്ക് എപ്പത്തല്ലേ ആവശ്യമുള്ളൂ? ശരി, അത്ര ആവശ്യമുള്ളൂ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഏതായിരുന്നാലും ഇനിയിപ്പോ എന്താ പ്രശ്നമുള്ളൂ? ശരി, ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഇപ്പൊ എന്താ ആവശ്യമുള്ളൂ? മൂസാ നബി വന്ന് ശത്രുവിനെ ഇടിച്ച് ശത്രു മരിച്ചു. ഇത് കാര്യകാരണത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് ചർച്ച ഇവിടെ ഉണ്ടാവില്ല. അതിനു വേണ്ടി ആയിക്കോട്ടെ, അതിനു വേണ്ടിയാണ് മാനദണ്ഡം അതലോചിച്ച് നിങ്ങൾ ചോദ്യം അതല്ല. നിങ്ങൾ ചോദ്യം എന്താണ്? മൂസാ നബിയോട് നിർവഹിച്ച ഈ ചോദ്യം നിങ്ങൾ അതപ്പ ചോദിച്ചത് ചോദ്യം മറക്കല്ലേ? അത് ശരി. മൂസാ നബിയോട് ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം എന്ന് പറഞ്ഞ ആ ഇസ്തിഗാസ, അതിനടിസ്ഥാനത്തിലുണ്ടായ പ്രതികരണം, ഇത് കാര്യകാലത്തിന് അപ്പുറത്താണ് ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അത് നിങ്ങളല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി. കൂക്കിയോനും മനസ്സിലായി, തക്ബീർ ചൊല്ലിയോനും മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇനി ആയി നിങ്ങൾക്ക് അറബി വായിക്ക വേണ്ട, ആയിക്കോട്ടെ. ഓൾക്ക് മനസ്സിലായിട്ടില്ല, ശരി, നിങ്ങൾക്ക് മനസ്സിലാകണ്ട. ഏതായാലും ശരി, ഉറങ്ങുന്നവരൊക്കെ ഉണർന്നിട്ടുണ്ട്. ഇനി ഉറക്കം നടിക്കുന്നവനാ ബാക്കിയുള്ളത്. നിങ്ങൾ അവിടെ ഉറങ്ങിക്കിടുന്നോട് കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ കണ്ണും ചെമ്പി കളിക്കുന്നവനെ ഉണർത്തേണ്ട ഒരു ആവശ്യമില്ല. ഉറങ്ങുന്നവർ ഉണരട്ടെ. ഉറക്കം നടിക്കുന്നവർ അങ്ങനെ നടിച്ചു കിടന്നോട്ടെ. നമ്മൾ വിളിച്ചോണ്ടാൻ പോണില്ല. ഇത്ര പച്ചയായിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം റഹ്മാനായ റബ്ബിനോട് ഇക്കഴിഞ്ഞ ഇശാ നമസ്കാരത്തിന് പോലും റബ്ബിനോട് തേടി ആമീനും പറഞ്ഞ് ഇറങ്ങിപ്പോന്ന ആ ഒരു തേട്ടം വരെ മൊഹീദ്ദീൻ ശൈഖിനോടായാലും ശിർക്കാകൂല എന്ന് പറയുമ്പോൾ അതൊക്കെ ഇനിയിപ്പോ ഇനി കാര്യകാലം ബന്ധം വേണം, അതിന് തഫ്സീർ വേണം എന്നാണെങ്കിൽ അത് മുസ്ലിം തലക്കാൻ സൗകര്യമില്ല. അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ കൂക്കിയാലും വേണ്ടില്ല, തക്ബീർ ചെല്ലാലും വേണ്ടില്ല, എന്ത് ബഹളം ഉണ്ടാക്കിയാലും വേണ്ടില്ല, നമുക്കതിന് ആവശ്യമില്ല.
ഇത് കേട്ടിട്ട് ഇതിൽ നിന്ന് പഠിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലായിക്കോട്ടെ. അത്രേ ആവശ്യമുള്ളൂ. ഈ വിശദീകരണം കേട്ടിട്ട് തിരിയാത്ത ഒരുത്തന് തിരണ്ട, ഒരു റഹ്മാനായ റബ്ബിനെ തൗഫീഖ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ കേട്ടിട്ട് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇത്ര വ്യക്തമായി ഇത്ര പച്ചയായി വിശദീകരിച്ചിട്ട് അത് ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഓന് റഹ്മാനായ റബ്ബ് തൗഫീഖ് കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന് അള്ളാഹ് തൗഫീഖ് വേണം, അള്ളാഹ് തൗഫീഖ് വേണം. അപ്പോഴത് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റു ഏതെങ്കിലും നിലക്കുള്ള ഭൗതികമായ മറ്റു സൗകര്യം കൊണ്ട് ഇത് കിട്ടിക്കോളുന്നില്ല. റഹ്മാനായ റബ്ബ് പ്രത്യേകമായി തൗഫീഖ് ചെയ്തെങ്കിൽ അത് ക്ലിയർ ആവുള്ളൂ. ഇത്ര പച്ചയായി ഏതൊരു സാമാന്യ ബുദ്ധിക്കും അല്ല, ഒരു മന്ദബുദ്ധിക്ക് വരെ മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇത്ര പച്ചയായി ഇവിടെ പറഞ്ഞത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, റഹ്മാനായ റബ്ബേ നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ എന്ന തേട്ടം വരെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളോട് ഖാലിഖാണ് വിശ്വാസം ഇല്ലെങ്കിൽ തേടിയ ശിർക്കാവൂല എന്ന് പറഞ്ഞാൽ ഇനി അപ്പുറത്ത് എന്താ സഹോദരന്മാരെ പറയാനുള്ളത്? എന്ത് പറഞ്ഞ് എന്ത് മൈക്കയാക്ക്? ഇനി അയാൾ തൗബ ചെയ്യാൻ വേണ്ടത്, ഇപ്പോൾ തൗബ ചെയ്യാൻ വേണ്ടത് അയാൾ ഇപ്പൊ തൽക്കാലം വാശിക്ക് വേണ്ടി പറഞ്ഞാലും അയാൾ ഇന്ന് രാത്രി ചെന്ന് കിടന്നുറങ്ങുമ്പോൾ അയാൾ ആത്മാർത്ഥമായി ചിന്തിച്ചിട്ട് ഒരു തൗബ ചെയ്യാൻ, ഒന്ന് പശ്ചാത്തപിക്കാൻ അയാൾ സന്നദ്ധമാകാൻ വേണ്ടത്. അതാവശ്യം. അല്ലാതെ തൽക്കാലം ബഹളും ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളും ജയിച്ചു, നമ്മളും കൂടെ ഒച്ചപ്പാടുണ്ടാക്കിയതാണെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ട്, നിങ്ങൾ 10 മിനിറ്റ് കൂക്കിക്കോളി, ഞങ്ങൾ ഇരുന്നോളാം, 10 മിനിറ്റ് കൂക്കിക്കോളി, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അതല്ല, ഇത് ദീനിന്റെ വിഷയ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയ. ആ വിഷയത്തിൽ ഇത്ര പച്ചയായ സംഗതി പറഞ്ഞിട്ട് അതിന് വരെ ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസം കൊടുക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ റഹ്മാനായ റബ്ബിനോട് തുടർന്ന് പറഞ്ഞ് പശ്ചാത്തപിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാൻ കഴിയും. സയഅതി അല സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി മാ ലം യസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. നിങ്ങളുടെ ബാപ്പമാരോ കേൾക്കാത്ത നിങ്ങളോ സയഅതി, ഒന്ന് വിശദീകരിക്കട്ടെ. സയഅതി അല സമാനി, കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ ഒരു സമൂഹം വരും. ദജ്ജാലൂന കദ്ദാബൂന, കള്ളം പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ. അവർ പറയുന്നത് എന്താ? യഅതൂനകും മിനൽ അഹാദീസി, അവർ ഹദീസുകളെ കൊണ്ടുവരും. അതാ ഇങ്ങനത്തെ ഹദീസുകൾ മാലം യസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ. അപ്പൊ ഈ ആയത്ത് കേട്ടിട്ടില്ല? ഞങ്ങള് ഇപ്പൊ ഒരു ആയത്ത് കേട്ടിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ എന്താ? മാലം തസ്മഉ അൻതും വലാ ആബാഉകുന്ന സൂറത്ത് അംഫാലെ ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ വാപ്പിട്ടിട്ടില്ല? എന്തായി പറയണത്? വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കേൾക്കാത്തവരാ ഞങ്ങള്. അപ്പൊ ഇതൊക്കെ മുസ്ലിയാരെ, ഇതൊക്കെ തന്ത്രം നമുക്കറിയാം. ഇത് എന്തിനാന്നും ഇതൊക്കെ നിങ്ങളെ പ്ലാനും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വന്ന് ആളെയും കൂട്ടി വന്നിട്ട് ഈ വക ഏർപ്പാട് ഞങ്ങൾ ആദ്യമായിട്ട് നടത്തുന്നില്ല. ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങളോ വാപ്പാരോ കേൾക്കാതെ വരുന്ന ഈ ആയത്ത് കേൾക്കാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത് ഖുർആനില്ലാത്ത ആയത്താണോ? ഇത് കേൾക്കാത്ത ആയത്താണോ? ഇത് പുതിയ ആയത്താണോ? എന്നാ അത് പറട്ടെ. ആരും കേൾക്കാത്ത പുതിയ ആയത്താണെങ്കിൽ അത് പറട്ടെ. സുഹൃത്തുക്കളെ, ഈ പരിപാടി ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഈ പരിപാടി ബോധപൂർവം കലക്കാൻ 2-3 ആളാണ് അവിടെ ഉള്ളത്. ഈ സദസ്സ് ശ്രദ്ധിക്കുന്നവർക്കറിയാം. ക്യാമറാമാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെക്കുക. അവിടെ 1-2 മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. വളരെ കൃത്യമായി, വളരെ ഭംഗിയായി തെളിവുകൾ ഉദ്ധരിച്ച് നടക്കുന്ന ഈ പ്രോഗ്രാം, ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഈ പ്രോഗ്രാം, ഇവിടെ നടന്ന മുഖാമുഖം പരിപാടിയിൽ ചോദിക്കാൻ ഞങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചിത്രം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ സാധാരണക്കാർ ചിന്തിക്കുക. ആ മുസ്ലിയാരി നിയന്ത്രിച്ചിട്ട് നിൽക്കാത്തിടത്തേക്ക് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെത്തിയത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി ആലോചിക്കുക. സഹോദരങ്ങളെ, സുദീർഘമായി MT ദാരിമി ഇവിടെ നടത്തിയ മുഖാമുഖത്തിൽ ഞങ്ങളുടെ സുഹൃത്ത് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചിട്ട് 1 മിനിറ്റെങ്കിലും ഇതുപോലത്തെ ഒരു രംഗമുണ്ടായിട്ടുണ്ടോ എന്നത് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് എന്ന് ഞാൻ ഇവിടെ കൃത്യമായി ആവശ്യപ്പെടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയുടെ വിഷയത്തിൽ എന്താണ് കാര്യകാരണ ബന്ധമെന്നത് കൃത്യമായി ഫൈസൽ മൗലവി വിശദീകരിച്ചു കഴിഞ്ഞു. മഹാരഥന്മാരായ ഏതെങ്കിലും മുഫസ്സിറുകളുടെ തഫ്സീറുകളിൽ നിന്ന് ഇവിടെ ഈ മുസ്ലിയാർ ഉദ്ധരിച്ചതുപോലത്തെ ഒരു വാദം തിരിച്ചുദ്ധരിക്കാനുമില്ല. ഇതാ അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 3, 4, 5 ആളുകൾ, അവരെ ഞങ്ങൾക്കറിയാം.
ഇത് മുജാഹിദുകളും ഈ കേരളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഞങ്ങൾ മൈക്ക് പെർമിഷൻ എടുത്ത് നടത്തിയ പ്രോഗ്രാം ആണെങ്കിൽ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ അറിയും. ഈ പരിപാടിക്ക് വിഘാതമായ നിലയ്ക്ക് ഇടപെടുന്ന സുഹൃത്തുക്കളെ, ക്യാമറാമാൻ വൃത്തിയായി പകർത്തുക. നാളെ 10 മണി എന്നൊരു സമയമുണ്ട്, ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. കൃത്യമായി ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഈ വിഷയം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, മുജാഹിദ് പ്രവർത്തകന്മാർ ഇവിടെ ഇരിക്കുക. മുജാഹിദ് പ്രവർത്തകന്മാർ എല്ലാവരും ഈ ഭാഗത്തേക്ക് ഇരിക്കുക. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുഖാമുഖത്തിൽ കൂക്കുവിളിയും ഇതൊന്നും പുത്തരിയുള്ള കാര്യമല്ല. 10 മണിവരെ മുജാഹിദുകൾ പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 മണിവരെ പരിപാടി നടത്താൻ അറിയാം. അവർ 10 മണിവരെ പരിപാടി നടത്തും. ഇവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുഹീദി ശേഖരോട് നടത്തിയാൽ ശിർക്കല്ല എന്നതിന് മുസ്ലിയാർ ഇവിടെ ഒരു തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. ആ തെളിവ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദി ശേഖിനോട് തേടാമെന്നതാണ്. ഇവിടെ യതൂനകും മിനൽ ഹദീസി മാലം തസ്മു അൻതും വല ആബാഉകും എന്നതാണ് ഏറ്റവും ഫിറ്റ് ആവുക. ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സമസ്തയുടെ പ്രവർത്തകൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന മുഹീദി ശേഖിനോട് പറ്റുമെന്ന് ഇത്രയും കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഇവിടെ ഈ മുസ്ലിയാർ ഉദ്ധരിച്ച ഹദീസ് ആർക്കാണ് ഫിറ്റ് ആവുക? അതുകൊണ്ട് ആ മുസ്ലിയാരെ ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കച്ചറയുണ്ടാക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് ഞങ്ങൾക്കറിയാം. ഇത് ക്യാമറ ഞങ്ങൾ പരത്തിയിട്ടുണ്ട്. നിങ്ങൾ പിന്തുണച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുഹീദി ശേഖിനോട് തേടാമെന്ന് ഈ കൂടിയിരിക്കുന്ന ഏതെങ്കിലും സുന്നി ഇതുവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ? അതാണ് മുസ്ലിയാർ ഓതിയ ഹദീസ്, മാലം തസ്മു അൻതും വല ആബാഉകും. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത പുത്തൻ വാദം ഇവിടെ ആരാണ് കൊണ്ടുവന്നതെന്ന് ഈ കാരിപ്പറമ്പിലെ ജനങ്ങൾ മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം, ഇന്ന് പോയിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്ത് മുഹീദി ശൈഖിനോട് തേടിയാൽ അത് ശിർക്കല്ലെന്ന് പറഞ്ഞ മുസ്ലിയാരുടെ പിന്നിൽ ആ മുസ്ലിയാരെ ന്യായീകരിക്കുന്ന മുസ്ലിയാർക്ക് വേണ്ടി തക്ബീർ വിളിക്കാൻ വന്നവരെ, പരലോകമുണ്ട്, അല്ലാഹു എന്നത് സത്യമാണ്, മഹ്ശർ സത്യമാണ്, നിങ്ങൾ മറക്കാൻ പാടില്ല. മുജാഹിദുകൾക്ക് ഇതൊരു പുത്തരിയാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. മുജാഹിദുകൾ 100, 200, 300 ഒക്കെ മുഖാമുഖങ്ങൾ നടത്തി പരിചയമുള്ളവരാണ്. ഇവിടെ ഈ നാട്ടുകാർക്ക് ഇത് ആദ്യമായിട്ടായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇത് ആദ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ഈ മുസ്ലിയാർ ഓതിയ ഹദീസ് മാലം തസ്മു അൻതും വല ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും കേൾക്കാത്ത വാദം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നത് മുഹീദി ശൈഖിനോട് തേടാം, അത് തേടിയാൽ ശിർക്കല്ല എന്ന വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഈ പരിപാടി അതിന് നിശ്ചയിച്ച സമയം പാലിച്ചേ അവസാനിക്കുകയുള്ളൂ. ഇവിടെ ആരും ഈ പരിപാടി പരിഹരിക്കാനുള്ള മധ്യസ്ഥന്മാരായി വരേണ്ടതില്ല. ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം, കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. ഇവിടെ അനുബന്ധമായി അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളും ഇവിടെ ഉന്നയിച്ച ചോദ്യങ്ങളുമൊക്കെ ഇവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയതിന്റെ രത്നചുരുക്കം ഇവിടെ ഞങ്ങൾ ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുമുണ്ട്. മഴ തേടുന്നത് അല്ലാഹു അല്ലാത്തവരോടാകാം എന്ന വാദം അത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്താണോ, ഭൗതികമാണോ അഭൗതികമാണോ, ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വളരെ വിശദമായി മറ്റു മറുപക്ഷിയുടെ മുഖാമുഖത്തെ വിലയിരുത്തി സംസാരിച്ചിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഞങ്ങളിവിടെ മറുപടി പറയാത്തതോ വിശദീകരിക്കാത്തതോ കോട്ടിമാട്ടിയതോ തട്ടിപ്പ് നടത്തിയതോ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ ബലം കൊണ്ട് കൈകാര്യം ചെയ്യലല്ല സുഹൃത്തുക്കളെ മാന്യത. മറിച്ച് മൈക്ക് പെർമിഷൻ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇതേ വേദിയിൽ 3.5 മണിക്കൂർ വളരെ വിശദമായി MT ധാർമിയുടെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള വിയോജിപ്പുകൾ മൈക്കുകളിലൂടെ ഞങ്ങൾ ജനങ്ങളോട് പറയുകയാണ് ചെയ്തത്. ഈ CD മാർക്കറ്റിൽ ഇറങ്ങും. ഈ CD മാർക്കറ്റിൽ ഇറങ്ങിയതിന്റെ ക്ലിപ്പ് മുറിച്ച് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം നിങ്ങൾ. അതിനുള്ള സഹിഷ്ണുത കാണിക്കുന്നതിന് പകരം സുഹൃത്തുക്കളെ, ഇത് മാന്യതയാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞങ്ങളിവിടെ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വെച്ചോ. നിങ്ങൾക്ക് നാളെ അവസരമുണ്ട്, മറ്റന്നാൾ അവസരമുണ്ട്.
ഇതിലേറെ വലിയ പന്തൽ കെട്ടി നിങ്ങൾക്ക് ഈ പരിപാടി തുടരാം. ഗണ്ണന പ്രസംഗം അതിന്റെ ഒരു മറു സൈഡിൽ നടക്കട്ടെ, 10 റൗണ്ട് നടക്കട്ടെ എന്ന് അന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഈ ദിവസത്തേക്ക് നിങ്ങളെ ഈ വിനീതൻ മുഖാമുഖത്തിലെ ചോദ്യങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കൂക്കിയ സുഹൃത്തുക്കൾ വളരെ മാന്യമായി ആലോചിക്കുക. ഇവിടെ എന്തൊക്കെ നിങ്ങൾ കൂക്കിയതും ബഹളം വെച്ചതും ഒക്കെ ബാക്കിയാകുന്ന 2-3 കാര്യങ്ങളുണ്ട്. യാ ഖുതുബാഹലിസ്സമാ വല്ലർളി ഗൗസഹുമാ എന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റഹിമഹുള്ളയോട് മഴ ചോദിക്കുന്ന അരുവി സൃഷ്ടിച്ചത് അദ്ദേഹമാണെന്ന് പഠിപ്പിക്കുന്ന വരി, അത് കാര്യകാരണ ബന്ധത്തിന്റെ ഇപ്പുറത്താണോ അപ്പുറത്താണോ? അബൂലഹബ് വരെ വിശ്വസിച്ചതെന്താ? അബൂലഹബ് വരെ വിശ്വസിച്ചത് സൃഷ്ടികർത്താവ് റബ്ബ് മാത്രമാണ് എന്നാണ്. തഫ്സീറുകൾ അന്ന് ഞങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിരുന്നു, വളരെ വിശദമായി സംസാരിച്ചിരുന്നു. മാത്രമല്ല വൻസൽനാ മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയതാരാ? അള്ളയാണ് എന്ന് പഠിപ്പിച്ച തത്വം, ആ തത്വയുടെ വളരെ കൃത്യമായി മുന്നിലിരിക്കുന്നു. പിന്നീട് ബാക്കിയുള്ളത് എന്താണ്? മൂസ അലൈഹിസ്സലാമ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ വന്ന ആ സഹായതേട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തഫ്സീർ ഉദ്ധരിക്കാനുണ്ടോ എന്നാണ്. അത് തഫ്സീർ ഉദ്ധരിച്ചേ സ്ഥാപിതമാവുകയുള്ളൂ. അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. ഇടി എന്ന കാരണം, അടി എന്ന കാരണം അതുണ്ട്. അത് കാര്യകാരണ ബന്ധിതമാണ് എന്നത് തഫ്സീർ കൊണ്ട് തെളിയുകയുള്ളൂ, അല്ലാതെ തെളിയുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ബഹുമാനായ ഫൈസൽ മുസ്ലിയാർ ഈ വിഷയം യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത്. ഇനി എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് കാര്യകാരണ ബന്ധം അല്ലെങ്കിൽ ഇതേ ഭൗതികം അഭൗതികം ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? ഏത് നിലക്ക് വന്നതാ? എങ്ങനെ വിശദീകരിക്കപ്പെട്ടതാ? അള്ളാഹുവോടെ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ സ്റ്റേജിൽ നിന്ന് ചോദിക്കും, അപ്പൊ മുസ്ലിയാരെ നിങ്ങൾ രാമനെ തേങ്ങയിടാൻ വിളിക്കുന്നില്ലേ? രാമന് തേങ്ങയിടാൻ വിളിക്കുന്നില്ലേ? അപ്പൊ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു, മുസ്ലിയാരെ രാമന് തേങ്ങയിടാൻ വിളിക്കുന്നത് റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യമല്ല. റബ്ബിനോട് ചോദിക്കേണ്ടത് എന്താണ്? മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആകാശത്തുനിന്ന് മഴ പെയ്യിക്കൽ, ഭൂമിയിൽ നിന്ന് ചെടി മുളപ്പിക്കൽ, അരുവിയൊഴുക്കൽ, ഗർഭാശയ ഭിത്തിയിൽ പിന്നെ കുഞ്ഞ് രൂപാന്തരം പ്രാപിക്കൽ, ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കൽ, ഇതൊന്നും ലോകത്തെ ഒരു സൃഷ്ടിയുടെയും കഴിവിൽപ്പെട്ടതല്ല, ഒരു സൃഷ്ടിയുടെയും പിന്നെ അവരുടെ യോഗ്യതയിൽപ്പെട്ടതല്ല. ആ കാര്യം റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ. ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനും വേണ്ടി ഉപയോഗിച്ച ഈ 2 വാക്കുകൾ അത് മൂസ അലൈഹിസ്സലാമയുടെ എന്ന ആയത്തിന്റെ തഫ്സീറിൽ കാണിച്ചു തരണമെന്ന് പറയുന്നത്. ഈ സമസ്തയിലെ പണ്ഡിതന്മാര് കേരളത്തിൽ ഈ പുത്തൻവാദം കൊണ്ടെന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഈ 2 വാക്കുകൾ അത് എന്നെടുത്ത് അവിടെ കാര്യകാരണ ബന്ധമുണ്ട്. മൂസ അലൈഹിസ്സലാമ ഇടിച്ചത്, അദ്ദേഹം ചെന്നത്, അവിടെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇതൊക്കെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. മൂസ അലൈഹിസ്സലാമക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞതും സുഹൃത്തുക്കളെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം സാധാരണക്കാരോട് ഞാൻ പറയാണ്, അജണ്ട ഉണ്ടാക്കി വന്ന ഒരിക്കലും എന്റെ സുഹൃത്തുക്കൾ വിഷമിക്കരുത്. ഞാൻ പറയണില്ല, ഇവിടെ നടന്നൊരു കാര്യം പറയാണ്. ഞങ്ങൾ ചെയ്തത് ആദ്യം ഞാൻ പറഞ്ഞു. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. മുസ്ലിയാരുടെ ചോദ്യത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. സുഹൃത്ത് ഷുക്കൂറിന് വേണ്ടി ആരിവിടെ സുഹൃത്തുക്കളെ ഗ്രൗണ്ട് സപ്പോർട്ടിൽ ബഹളം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇതേപോലെ സീൻ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ ചെയ്ത അതേ പണി നിങ്ങൾ ചെയ്യാ, അതാണ് മാന്യത. അതാണ് മാന്യത. ആ മാന്യതയ്ക്ക് വിരുദ്ധമായി 10-700 ആളുകളുള്ള ഈ സദസ്സിൽ ഒരു 10-20 സുഹൃത്തുക്കളാണല്ലോ അതിന് വിരുദ്ധമായി ഇടപെട്ടിട്ടുള്ളത്. ഞാൻ പറയണത് ആക്ഷേപമായിട്ട് നിങ്ങൾ വിചാരിക്കണ്ട. വല്ലാഹി അള്ളാഹിനെ സാക്ഷി നിർത്തി പറയാണ്, കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി പറയാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇഹ്ദിന സിറാത്ത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചോളി. എന്നിട്ട് നിങ്ങൾ ഉസ്താദ് വരട്ടെ, ഈ ക്ലിപ്പ് മുറിച്ചെടുത്തെ വോയിസ് നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കട്ടെ, അദ്ദേഹം അതിന്റെ ഭാഗം വിശദീകരിക്കട്ടെ. പക്ഷേ ഇവിടെ ഫൈസൽ മൗലവി എന്റെ സുഹൃത്ത് അമീറിന്റെ ചോദ്യത്തിനുള്ള മറുപടിക്കിടയിൽ പറഞ്ഞല്ലോ, MT ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ എന്റെ വിശദമായ ഗണ്ണന പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. മഴ ചോദിക്കുക ആരോട്? മുഹയ്യിദ്ദീൻ ഷേഖിനോട്. അതേപോലെ തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുക ആരോട്? മുഹയ്യിദ്ദീൻ ഷേഖിനോട്. ഇത് പഠിപ്പിച്ചതാരാ? എന്റെ സുഹൃത്ത് അമീർ. അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇടയിലേക്ക് ഒരു ടീം വരും, അവര് തൂനക്കും മിനൽ ഹദീസി, അവർ ചില ഹദീസുകൾ കൊണ്ടുവരും. മാലം തസ്മഉ അൻതും വലാ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും കേൾക്കാത്തതാണ്. കേട്ടിട്ടുണ്ടോ കാര്യപറമ്പുകാര്?
ഭാഷയും വെക്കാനൊക്കെ ഇവിടെ സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് രാത്രി ഇവിടെ നമ്മളൊരാൾ മരിച്ചാല് നാളെ പിന്നെ SSF ഇല്ല, ISM ഇല്ല, MSM ഇല്ല, KNM ഇല്ല, SKSSF ഒന്നുമില്ല. പിന്നെ ഓന്റെ ഖബറുണ്ടാകും. ഓനങ്ങനെ ചെരിഞ്ഞു കിടക്കും. ആ ചെരിഞ്ഞു കിടക്കുന്ന ലോകത്തെ സംബന്ധിച്ച് അസ്വസ്ഥത ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാം. അതിൽ അസ്വസ്ഥത ഇല്ലാത്തവരോട് എനിക്ക് ഒന്നും പറയാനില്ല, ഒരിക്കലും മനസ്സിലാവില്ല. അവരോട് ഞാൻ ചോദിക്കാണ്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് അള്ളാഹു അല്ലാത്തവരോട് പറയാം. അത് നിങ്ങൾ പ്രാർത്ഥന എന്ന് പേരിട്ടോളിയും, സഹായതേട്ടെന്ന് പേരിട്ടോളിയും, എന്ത് പേരിട്ടോളിയും, അത് ചെയ്യാമെന്ന് സമസ്തന്റെ ഉലമാക്കളെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അമീദ് വൈസ് പറഞ്ഞത്? ഞാൻ കാണിക്കണ ഒരു ക്ലിപ്പ് കാണാനുള്ള ക്ഷമ കാണിക്കണം. ഈ ബഹളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മൾ ഈ ബഹളം ഉണ്ടാക്കണ എന്തിനു വേണ്ടി അറിയോ? ഒരു കൂലിയും കിട്ടാത്ത പണിക്കാ. ഞങ്ങൾക്ക് തെളിയിച്ചുതരാം. ഒരു കൂലിയും കിട്ടാത്ത പണിക്ക് മൊഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ വിധി എന്താ അമീദ് വൈസ് പറയണത്? അമീദ് വൈസ് പറയാണ് അതിന്റെ വിധി അത് അനുവദനീയമാണ്. അപ്പൊ ചോദ്യകർത്താവ് അമീർ മുസ്ലിയാരെ പോലെ കുറച്ചും കൂടിയും പ്രായമുള്ള വേറൊരു മുസ്ലിയാർ ചോദിക്കുക, എന്താ ചോദ്യം? ഉസ്താദെ ഒരു കൂലിയും കിട്ടൂലേ? ഒരു കൂലിയും കിട്ടൂല എന്നാ പറയുന്നത്. എന്നിട്ട് വിശദീകരണം പറയണ എന്താ? അത് കൂടുതൽ ഫലപ്രദമാണെന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ ആ ഭാഗം നിങ്ങളൊന്ന് കേൾപ്പിക്കട്ടെ. വിഷയം ഇവിടെ നിലനിൽക്കെ തന്നെ ആ ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കട്ടെ. ആ സുഹൃത്ത് അദ്ദേഹത്തിന് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരും. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചോട്ടെ. ഇതിന് പുണ്യം കിട്ടൂല. എന്തിന്? ഇവിടെ തെളിയിക്കാണ്. ഇപ്പൊ ഭൗതികോ അഭൗതികോ ഒക്കെ പറഞ്ഞ് ഫൈസൽ മൗലവി ഇവിടെ പറഞ്ഞ വിഷയം വളരെ ക്ലിയർ ആണ്. ആ വിഷയത്തിൽ തഫ്സീറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MT ദാരിമി ഇവിടെ വരും. അദ്ദേഹം അമീറിന്റെ ഭാഗം ന്യായീകരിച്ച് വളരെ വിശദമായി ഇൻഷാ അല്ലാഹ് കാര്യപറമ്പിൽ ഒരു പരിപാടി നടക്കും. അതവിടെ ഇരിക്കുന്നു. അതോടൊപ്പം ഞാൻ ചേർത്ത് പറയുന്നു, നിങ്ങൾ ഉണ്ടാക്കണ ഈ ബഹളൊക്കെ ഉണ്ടല്ലോ, എന്തിനാ? ഇത് തെളിയിക്കാൻ വേണ്ടിയാണല്ലോ. ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് മാത്രം തെളിയുന്ന ഈ വിഷയം തെളിയിക്കാനാണല്ലോ. തെളിയിച്ചിട്ട് ഒരാൾ കാര്യപറമ്പെന്ന് വണ്ടി വിളിച്ചു പോകുന്നു എങ്ങട്ട്? മമ്പർത്തേക്ക്. ആ പണിക്ക് കൂലിണ്ടോ? കൂലിയില്ല. അത് അനുവദനീയമായൊരു കാര്യമാണ്. അനുവദനീയ എന്താ? എന്റെ മൊബൈൽ ഫോൺ ഇത് ഉപയോഗിക്കൽ അനുവദനീയ, S4 ഉപയോഗിക്കൽ അനുവദനീയ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കലോ അനുവദനീയ. ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയുണ്ടോ? ഒരു കൂലിയില്ല. അപ്പൊ ഒരു കൂലിയും കിട്ടാത്ത പണിക്കല്ലേ പോണെന്ന് ചോദിച്ചപ്പോ ഉസ്താദിന്റെ മറുപടി എന്താ അറിയോ? ഉസ്താദിന്റെ മറുപടിക്ക് കിടക്കുന്നതിന് മുമ്പ് അമീറിന്റെ ഹദീസ് ഞാൻ നിങ്ങൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു കൂലിയും കിട്ടാത്ത വിഷയം തെളിയിക്കാനാണ് മാലം തസ്മഉ അൻതും വല ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളും കേൾക്കാത്ത വാദം. എന്താ? ആകാശത്തുനിന്ന് മഴയിറക്കുന്നവൻ മൊഹീദ്ദീൻ ഷെയ്ഖാണ്. അതേപോലെ തന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാം, തേടാം, സഹായം ചോദിക്കാം എന്ന വാദമൊക്കെ കൊണ്ടുവരുന്നത്, ഈ ബഹളുണ്ടാക്കുന്നത്, നമ്മൾ ഗണ്ണന പ്രസംഗം നടത്തുന്നത്, എഴുത്തുകുത്ത് കൈമാറുന്നത് ഒരു കൂലിയും കിട്ടാത്ത പണിക്ക്. ഒരാൾ ഇവിടുന്ന് മമ്പർത്തേക്ക് പോയി 2 കട, ഒരു സുന്നിന്റെ കട, ഒരു മുജാഹിദിന്റെ കട. മുജാഹിദിന്റെ കടയിൽ ഉള്ള ആള് കട തുറന്നവിടെ ഇരുന്നു, ജമാഅത്തിന്റെ അടുത്ത് പള്ളിയിൽ പോയി, അങ്ങനെയൊക്കെ ചെയ്തു. മറ്റേ ആൾ ഇവിടുന്ന് വണ്ടി വിളിച്ച് മമ്പർത്തേക്ക് പോയാൽ വല്ലതും കിട്ടുമോ? ഒന്നും കിട്ടൂല. പെട്രോളിന്റെ പൈസ പോയി. അപ്പോഴാ കുട്ടിന്റെ സംശയം, ഒരു കാര്യം കിട്ടാത്തൊരു പണിക്ക് പോകണോ? അപ്പൊ മൂപ്പര് പറയണത് അത് ഫലപ്രദമാണ്. എന്നിട്ട് ഫലപ്രദത്തിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം കൂടി നിങ്ങൾ കേൾക്കുക. ഒന്നും കൂടി ഉറപ്പിച്ചു പറയാം, പുണ്യം കിട്ടൂല. യാ ശൈഖ് യാ മുഹീദ്ദീൻ എന്ന് വിളിച്ച് ആ പണിക്ക് പോയാൽ പുണ്യം കിട്ടൂല. ഞങ്ങൾ പറയുന്നു സുഹൃത്തുക്കളെ, അത് ശിർക്കാണ്. ഞങ്ങൾ പറഞ്ഞല്ല, അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്. അമ്പിയാക്കൾ പഠിപ്പിച്ചതാണ്. ഒരു നബിയെങ്കിലും യാ അല്ലാ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഞങ്ങളെ വാദാണ്. അതല്ല, യാ അല്ലാ എന്നല്ലാതെ വിളിച്ചൊരു നബി എവിടെ? ഒരു വലിയ പോലും യാ അല്ലാ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ പറയുന്നു, യാ അല്ലാ എന്നല്ലാതെ വിളിച്ചൊരു വലിയ എവിടെ? ഒരു രക്തസാക്ഷി എവിടെ? ഒരു മഹാത്മാവ് എവിടെ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ന്യായം എന്താ? അത് ഫലപ്രദമാണ് എന്നാണ്. അപ്പൊ ബെൻസാണോ അതോ KSRTC ആണോ? ആരും ചിരിക്കരുത്. ഞങ്ങളെ കളിയാക്കാൻ പറയണല്ലോ, ഒറ്റ മുജാഹിദ് സുഹൃത്തും ചിരിക്കരുത്. എനിക്കത് ഈ വിഷയം 25 സുഹൃത്തുക്കളോട് അസ്വസ്ഥത പ്രകടിപ്പിച്ചല്ലോ, ഓരോടുള്ള വർത്താന. അള്ളാഹിന് സാക്ഷ്യത്യം പറയണേ. വേറെ ഇതുകൊണ്ട് വേറൊന്നും കിട്ടാനൊന്നുമില്ല. നിങ്ങൾ 2 എറിഞ്ഞ് നമ്മൾ കൊള്ളും. അതൊക്കെ എത്രയോ അനുഭവിച്ചാണ് നമ്മൾ. അന്ന് പ്രശ്നമല്ല. അങ്ങനെ സുഹൃത്തെ ഡയലോഗ് അടിക്കൊന്നും വേണ്ട. ഈ സദസ്സും ഈ സീനൊക്കെ നാളെ പരലോകത്ത് വരുന്നുള്ള പരലോക വിശ്വാസങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞത് ക്ഷമിച്ച് കേൾക്കണം. ഇവിടെ മുഖാമുഖങ്ങളും നടത്തിയല്ലോ, ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, KSRT എന്താ അതിന്റെ തെളിവ്? മഹാത്മാക്കളിലൂടെ പോയാൽ വേഗം കിട്ടും. മാലയുടെ തെളിവ് വേറൊന്നുമില്ല. ഒമയുനാദിസ്മി, ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതുത്തീരം നൽകും ഞാനെന്നോവർ എന്നതല്ലാത്ത എന്ത് തെളിവുള്ളേ?
ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഇവിടെ ഫൈസൽ മൗലവി സംസാരിച്ച, അമീർ സംസാരിച്ച വിഷയങ്ങൾ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് കൂവിയും ബഹളം വെച്ചും തള്ളിക്കയറിയുമല്ല തെളിയിക്കേണ്ടത്. വിളിച്ചോണ്ടിരി എം ടി ഉസ്താദിനെ. എം ടി ഉസ്താദ് മറ്റൊന്ന സ്റ്റേജ് കെട്ടട്ടെ, അതിന്റെ അടുത്ത ദിവസം ഞങ്ങളും വരും. പന്തല് കെട്ടാൻ ഞങ്ങളെടുത്തുകൊണ്ട് പൈസ, മഴ കോരിച്ചെറിയട്ടെ. ഈ ജാതി ബഹളമൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് നമ്മൾ വിഷയം പറയാം. എം ടി ഉസ്താദ് വരുമ്പോൾ ഇത് മാത്രം വിശദീകരിച്ചാൽ മതിയാവില്ല. ഞാനിവിടെ കുറെ കാര്യങ്ങൾ സെനത് ചോദിച്ചിരുന്നു, അതിന്റെ സെനതൊക്കെ എം ടി ഉസ്താദ് പറയും. ഞങ്ങളിവിടെ ഇന്ന് തുടക്കം മുതൽ ഉദ്ധരിച്ച ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഉണ്ട്, അതൊക്കെ മൂപ്പര് പറയും. അള്ളാഹുവിനെ വിളിച്ചാൽ മുഹീദ്ദീൻ ഷേഖും, മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അള്ളയാണ് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞ വിഷയമുണ്ട്, അതിന്റെ ഉത്തരം അദ്ദേഹം പറയും. ഓരോന്നും പറയും, കൃത്യമായി വിശദീകരിക്കും. വിശദീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഗ്രൗണ്ട് സപ്പോർട്ട് കൊണ്ട് ചെയ്യല്ല ഞങ്ങൾ ചെയ്യുക, അതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കൃത്യമായി രണ്ടാമത്തെ ഒരു ചാൻസ് ഉണ്ട്. ഒന്ന് എം ടി ഉസ്താദിന്റെ ചാൻസ്, രണ്ട് സംവാദത്തിന്റെ ചാൻസ്. സംവാദത്തിന്റെ ചാൻസ്. സദസ്സെല്ലാവരും അവിടെ ഇരിക്കുക, മുജാഹിദ് സുഹൃത്തുക്കളൊക്കെ അവിടെ ഇരിക്കുക. നിങ്ങൾക്ക് ചോദിക്കാൻ ഇനി അവസരം തരും, എന്നിട്ട് തന്നെ നിർത്തുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കാൻ അവസരം തന്നിട്ട് ആ നാലാളെങ്ങനെ ബഹളം വെച്ച ഒന്നും ഇവിടെ സംഭവിക്കില്ല. നിങ്ങൾക്ക് തോന്നുകയാണ്, അത് നിങ്ങൾക്ക് തോന്നുകയാണ്. ഇവിടെ ഒന്നും ഈ നിൽക്കുന്ന ആളുകളെ ക്ഷമ കൊണ്ടും അതേപോലെ തന്നെ അവരുടെ വിനയം കൊണ്ടാണ് സുഹൃത്തുക്കളെ. അവിടെ ആ റൗണ്ടിൽ നിൽക്കണ 10 ആളില്ലേ ഓല ഒച്ച ഉണ്ടാക്കണേ, ഇല്ലെങ്കിൽ ഉണ്ടാക്കൂല. നിങ്ങൾ കൃത്യമായിട്ട് പറയാം. വലിയ ഒച്ച ഉണ്ടാക്കുന്ന ആ സുഹൃത്തിനെ എനിക്ക് ശരിക്കും ഇവിടുന്ന് കാണുന്നുണ്ട്. അയാൾ ക്യാമറയിൽ ആളവിടെ കൃത്യമായിട്ട് പകർത്തുന്നുണ്ട്. ഒരു സംശയമല്ല, ഒരു സംശയം. കൂവിയാൽ ഇവിടുന്ന് ഞാൻ കൂവിയ എല്ലാവരും ഉറക്ക കൂവ, അതൊന്നും ഇതിന്റെ മാർഗമല്ല. അതുകൊണ്ടൊന്നും പരിഹാരമാവില്ല. ഇതൊക്കെ സാധാരണക്കാർ നിഷ്പക്ഷമതികൾ നിന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ 10 ആളല്ലാതെ വേറെ ആരെങ്കിലും വാളുണ്ടാക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇവിടെ സംവാദത്തിനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് സംവാദത്തിനുള്ള ചാൻസ് ഉണ്ട്. മംഗലാപുരത്തെ വ്യവസ്ഥയുണ്ട് നമ്മുടെ മുന്നിൽ. ഡേറ്റ് ഇനി നിശ്ചയിക്കാൻ ബാക്കിയുള്ളൂ. ഡേറ്റ് നിശ്ചയിച്ച് നമുക്ക് കൃത്യമായി ഈ വിഷയം നമ്മൾ മംഗലാപുരത്ത് എങ്ങനെ നടത്തിയോ അതേപോലെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംവാദ വിധേയമാക്കാം. ഒരു പ്രശ്നമല്ല. കൃത്യമായി ആ ചാൻസ് ആവർത്തിച്ച് ഞങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു. ഒരു ചോദ്യത്തിന്റെയും കൂടി അവസരം ഉണ്ടാകുമെന്ന് തോന്നുന്നു. സമയം ഏകദേശം നമുക്കാകാണ്. അദ്ദേഹത്തിന് ആ മൈക്കൊന്ന് കൊടുക്കും. ആ കൈയിട്ടോണ്ടൊന്നൊരു കാര്യമല്ല, ഒരു കാര്യമല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കണ്ടേ ചോദിക്കും. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം പഠിപ്പിച്ചത് അള്ളാഹ്നോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അല്ലേ? എന്ന മുജാഹിദ് ഇന്ന് പറയുന്നത് ജിന്നിനോടും സഹായം തേടാം. അത് ഇതാ ഇവിടെയും വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ സഖറിയ സലാഹിയെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞാൽ മതി, അങ്ങനെ ബഹളം വെക്കണ്ട. അതിന്റെ തെളിവ് ആ സുഹൃത്ത് എവിടെ ഉള്ളതെന്നും കൂടി മൈക്ക് കൊടുക്കും. ആ തെളിവ് എവിടെയുള്ളത്? ജിന്നിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവും കൂടി അയാളൊന്ന് കൊടുക്കും. അയാൾ പറയട്ടെ, മൈക്ക് കൊടുക്കും. ബഹളം വെക്കാതെ നല്ലൽക്ക് പറഞ്ഞാൽ മതി. അതുകൊണ്ടൊന്നും കാര്യമില്ല, ബഹളം വെക്കണ്ട. ജിന്നിനോട് സഹായം തേടാം എന്നുള്ളത് സഖറിയ സലാഹി പറഞ്ഞതിന്റെ ക്ലിപ്പിംഗ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എടുത്തോളി, ഇപ്പൊ തന്നെ എടുത്തോളി. നിങ്ങൾ ഉള്ളിടത്ത് പോയി എടുത്തോളി. വേണ്ട, നാളെ നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി. നാളെ രാവിലെ 11 മണിന്റെ മുമ്പ് നിങ്ങൾ ഏൽപ്പിച്ചാൽ മതി. അല്ല, നിങ്ങൾ പറയുന്ന ദിവസത്തിന്റെ ഉള്ളിൽ എത്ര സമയം വേണം നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ? പറഞ്ഞോളി. ജിന്നിനോട് സഹായം തേടാം എന്ന് സഖറിയ സലാഹി പറഞ്ഞതിന്റെ രേഖ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണം പറഞ്ഞോളൂ. അത്ര ദിവസം അനുവദിക്കും. നമുക്ക് വേറെ തൊഴിലുള്ള ആളാണ്, അതുകൊണ്ട് 5 ദിവസം കൊണ്ട് 10 ദിവസം തന്നു. 10 ദിവസം തൊഴിലുള്ള ആളായതുകൊണ്ട് 10 ദിവസം തന്നു. ഇന്ന് മുതൽ 10ാമത്തെ ദിവസം നിങ്ങൾ റഫീഖിനെ ഏൽപ്പിക്കാം. സഖറിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ തേടാം, സഹായം തേടാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞതൊന്ന് ഏൽപ്പിക്കാം. ഖലാസ്. സുഹൃത്തുക്കളെ, സമയബന്ധിതമായി പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കേട്ടോളി. കാരണം കൂടി കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ 10 മണി വരെയാണ് പോലീസ് പെർമിഷൻ. ആ പോലീസ് പെർമിഷന്റെ അപ്പുറത്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ചങ്ങരയിലെ സുഹൃത്തുക്കളോട് ഉണ്ട്, കണ്ടോളി. 11 മണി വരെ 11:30 മണി വരെയൊക്കെ നാട്ടുകാർ സഹകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. ഇവിടെയുള്ള അമീർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾക്ക് കൂടെ വന്ന 15 ആള് വേറെയില്ലല്ലോ. ഓരോ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മാന്യമായി പരിപാടികൾ നിയമപരമായി പാലിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എന്ന നിലക്കും ഇതിവിടെ ക്ലോസ് ചെയ്യുന്നു. അല്ല, ചിലപ്പോൾ 11 മണി വരെയും പോകാമായിരുന്നു. പക്ഷേ അതിന് ഇവിടെയുള്ള 20 ആളുകൾ സഹകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. ആ 20 ആളുകൾ ഒരിക്കലും ഇവിടുന്ന് മോഡറേറ്റർ എന്ന നിലയ്ക്ക് എന്റെയോ ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാന പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാരുടെയോ ഞങ്ങളുടെ വളണ്ടിയർമാരുടെയോ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിൽ ചില ആളുകൾ തമാശക്കാണെങ്കിലും ഞാൻ വിചാരിച്ചത് അത് ഒരു മച്ചിങ്ങ ചാടുകയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു തെങ്ങുണ്ട്,
അയിമന്നൊരു മച്ചിങ്ങ ചാടിയതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ വിചാരിക്കുകയാണ് അല്ലേ? ഒരു കല്ല് തലയിൽ വന്ന് വീണ് ഒരു ഞരമ്പ് പൊട്ടി ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഹുക്കം എന്താണെന്ന് കൂടി നിങ്ങൾ MT ഉസ്താദിനോടൊന്ന് ചോദിക്കണം. രക്തസാക്ഷി എന്ന നിലയ്ക്ക് അയാളെ കൊന്നതിന് ഒരാളെ കൊന്നതിന്റെ നിലക്കുള്ള കൂലി കിട്ടുമോ? അതല്ല അയാളെ ഭാര്യ അനാഥയാകുമ്പോൾ വിധവയാകുമ്പോൾ അതിന്റെ കൂലി കിട്ടുമെന്നൊക്കെ. ഇത് അമിതാവേശത്തിൽ സുഹൃത്തുക്കളെ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നതിന്റെ അർത്ഥം വരെ, അത്തഹിയാത്തിന്റെ അർത്ഥം വരെ ഈ ബഹളം ഉണ്ടാക്കുന്നവർക്ക് അറിയുമെന്ന് ഓരോന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ മതി. അറിയെങ്കിൽ നിങ്ങളെ ഞാൻ വഷളാക്കിയൊന്നല്ല. അല്ലെങ്കിൽ എന്നും നിസ്കാരത്തിലോ തന്നെ സൂറത്തില്ലേ, അതിന്റെ അർത്ഥമെങ്കിലും അറിയെങ്കിൽ നമുക്ക് സുന്നി മുജാഹിദൊക്കെ പറഞ്ഞ് ബലം പിടിക്കാം. ആ ബലം പിടികൊണ്ട് അതൊന്നും കാര്യമല്ല സഹോദര. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, MT ഉസ്താദ് ഇവിടെ വരും. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചതും ഇന്ന് നടന്നതുമായ മൊത്തം വിഷയം അദ്ദേഹം വിശദീകരിക്കും. രണ്ട്, നമ്മുടെ സംവാദം നടക്കും. സംവാദത്തിന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ തീരുമാനമാകാനുള്ളൂ. കാരണം രണ്ടു കൂട്ടരും ഒന്നിച്ചിരുന്നെടുത്ത തീരുമാനമാണ് മംഗലാപുരത്തെ നമ്മുടെ വ്യവസ്ഥ. ആ വ്യവസ്ഥന്റെ അടിസ്ഥാനത്തിൽ സംവാദം നടക്കട്ടെ. സംവാദം നടക്കാൻ ഹൃദയപൂർവ്വം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ പരിപാടി മുജാഹിദ് പ്രവർത്തകർ ആരെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പ്രഷർ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും കാണിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ഇനി ഒന്ന് കിട്ടിയതാണ് വാങ്ങി വെച്ചാളി. എന്നാൽ ഇവിടെ അതിന്റെ പേരിൽ ഒരു പ്രതിസന്ധിയുമില്ലാതെ ഈ പരിപാടി അവസാനിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഇതിന്റെ മോഡറേറ്റർ എന്ന നിലയ്ക്ക് കൃത്യം 10 മണിക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇതിന്റെ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ബഹുമാനനായ അബ്ദുൽ ഖാദർ പറവണ്ണിയെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, ചെറിയ പ്രയാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടായെങ്കിലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി ഹക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന മുസ്ലിങ്ങളുടെ സുപ്രധാനമായ ദൗത്യം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ഇത് ഈ കാര്യപറമ്പിലെ അവസാനത്തെ പരിപാടിയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ SKSF-ന്റെ സുഹൃത്തുക്കളും കാര്യപറമ്പിലെ ഭാരവാഹികളും ഇവിടുത്തെ ISM-ന്റെ ഭാരവാഹികളും തമ്മിൽ, SKSSF-ന്റെ സഹോദരന്മാരും ഇവിടുത്തെ ISM-ന്റെ പ്രവർത്തകരും തമ്മിൽ രേഖകൾ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ, വളരെ ശാന്തമായ രൂപത്തിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ തീയതി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ SKSF-ന്റെ സഹോദരന്മാർ വളരെ മുമ്പ് തന്നെ കത്ത് നൽകുകയും നമ്മൾ കത്തിന് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത്തരത്തിലൊരു സംവാദം ഇവിടെ നടക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടുകാരായ SKSF-ന്റെ സഹോദരന്മാർ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ആരും ജയിക്കുകയോ തോൽപ്പിക്കുകയോ ചെയ്യുക എന്നതല്ല, അള്ളാഹുവിൻ്റെ ദീനാണല്ലോ ഇത്. ഈ ദീന് സംവാദങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ധാരാളമായി നമ്മുടെ നാട്ടിൽ നടക്കട്ടെ. നടന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ഇൽമെങ്കിലും, ഇതുവരെ അറിയാത്ത പഠിക്കാത്ത വല്ല കാര്യമെങ്കിലും നമ്മുടെ സുന്നി പണ്ഡിതന്മാരിൽ നിന്നും മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്നും നല്ലവരായ നാട്ടുകാർക്കും പുറത്തുള്ള ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയും പഠിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആ അറിയുന്ന യാഥാർത്ഥ്യം പുലരുന്നതിനു വേണ്ടി എല്ലാ നിലക്കും എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വ്യവസ്ഥ തയ്യാറാക്കുന്നതിൻ്റെ തീയതി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, SKSF-ന്റെ സഹോദരന്മാർ ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഒരുങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ദൗത്യം സ്വാലിഹായ അമലായി സ്വീകരിച്ച് പ്രതിഫലം നൽകുമാറാകട്ടെ. നാളെ സ്വർഗത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായി ഈ പ്രോഗ്രാമും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും സമീപ പ്രദേശങ്ങളിൽ നിന്ന് സത്യം ഗ്രഹിക്കാനും അറിയാനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സ്ഥലം അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സൗകര്യപ്പെടുത്തി തന്ന ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വളരെ ഭംഗിയായി
ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉത്തരം നൽകാൻ ശ്രമിക്കുകയും ചെയ്ത പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും, പഠിതാക്കൾക്കും പണ്ഡിതന്മാർക്കും എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്ത താജുദ്ദീൻ സ്വലാഹി, ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച അബ്ദുൽ മാലിക് സലഫി, അതേപോലെ തന്നെ ചോദ്യങ്ങൾക്ക് സവിസ്തരം മറുപടി നൽകിയ ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാർ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ സഹകരിച്ചവർക്കും അള്ളാഹു പ്രത്യേകമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.